വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ജോമി ജോസഫ്. ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസറാണ്. 30% നമ്മുടെ സേവിങ്സിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ 70%-ഓളം LICയുടെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടുന്ന ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് മിസ്സാക്കാതെ മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഈ പ്ലാനിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഞാൻ ഇന്നത്തെ വീഡിയോ ടോപ്പിക്കിലേക്ക് കടക്കാം. നമുക്കറിയാം, ഒരു ലോങ് ടേം ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്ന നല്ലൊരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള LICയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ലോങ് ടേം ഗോളുകൾ നമുക്ക് പറയുമ്പോൾ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആവാം, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മാരേജ് ആവാം, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ടൊരു പെൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു റിട്ടയർമെന്റ് ഫണ്ട് രൂപീകരിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് നമുക്ക് ഓൾറെഡി പെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഭാര്യയ്ക്ക് ഒരു പെൻഷനോ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഫണ്ടിന് വേണ്ടിയിട്ടോ നമുക്ക് ഈ പ്ലാൻ പ്രയോജനപ്പെടുത്താനായിട്ടുള്ള അവസരമുണ്ട്. കാരണം ലോങ് ടൈം ഗോൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കൊരു ലോങ് ടൈം ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ഇത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു വീട് വെക്കാനോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങാനോ അങ്ങനെ ഏത് രീതിയിലുള്ള ഒരു ലോങ് ടൈം ഗോളിന് വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മറ്റു പ്ലാനുകളെ പോലെ തന്നെ സെക്ഷൻ 80C വെച്ചുകൊണ്ട് നമുക്ക് 1.5 ലക്ഷം വരെ ഡിഡക്ഷൻ ഈ ഒരു പ്ലാനിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ സെക്ഷൻ 10D പ്രകാരം നമുക്ക് ഇതിന് കിട്ടുന്ന മെച്യൂരിറ്റി ടാക്സ് ഫ്രീ ആയിട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കറിയാം, പല പ്ലാനുകൾക്കും നമുക്ക് ഇപ്പോൾ ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നില്ല പല പ്ലാനുകൾക്കും. അതുപോലെ തന്നെ സെക്ഷൻ 10D വെച്ചുള്ള എക്സെപ്ഷൻ പല പ്ലാനുകൾക്കും ഇപ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ കിട്ടുന്നതിന്റെ നല്ലൊരു ശതമാനം ടാക്സ് പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവതരിപ്പിക്കുന്ന ഈ പ്ലാനിനകത്ത് നമുക്ക് 80C വെച്ചുള്ള ടാക്സ് ഡിഡക്ഷനും അതുപോലെ തന്നെ ടാക്സ് ഫ്രീ മെച്യൂരിറ്റി നമുക്ക് ഇതിനകത്ത് കിട്ടാനായിട്ടുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ 8 വയസ്സ് മുതൽ 59 വയസ്സ് വരെയുള്ള വ്യക്തികൾക്കാണ് ഈ ഒരു പ്ലാനിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നുകൊണ്ട് ഞാൻ നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. 3 സ്ലൈഡുകളാണ് ഞാൻ പ്രധാനമായിട്ട് ഇന്നത്തെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം, ഇതിൻ്റെ ടേം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 3 തരത്തിലുള്ള ടേമാണ് നമുക്ക് ഈ പ്ലാനിനകത്ത് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് 25 വർഷമാണ്. അതിൽ നമ്മൾ 16 വർഷമാണ് നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. അടുത്ത നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം എന്നുള്ളത് 21 വർഷമാണ്. അതിനകത്ത് 15 വർഷമാണ് നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടത്. പിന്നീട് എടുക്കാൻ പറ്റുന്ന ഒരു ടേം എന്നുള്ളത് 16 വർഷമാണ്. അതിൽ 10 വർഷമാണ് നമ്മൾ പ്രീമിയം അടയ്ക്കേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഒന്നാമത്തെ ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ അതിന്റെ ടോപ്പിൽ നിങ്ങൾക്ക് കാണാം യുവർ സേവിങ്സ് എന്നുള്ളത് 30% ആണ്. അപ്പോൾ LICയുടെ ഭാഗത്തുനിന്നുള്ള അഡീഷൻസ് എന്നുള്ളത് 70%ആണ് നമുക്കിവിടെ അഡീഷൻസ് കിട്ടുന്നത്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ 2 ഇരട്ടിയിൽ കൂടുതൽ അഡീഷൻസ് LICയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്യാരണ്ടീഡ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് കോളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സേവിങ്സ് എത്രയാണ് വരണേ എന്നുള്ളതാണ് കാണിച്ചിരിക്കുക. അപ്പോൾ ഓരോ ദിവസം നമ്മൾ മാറ്റി വെക്കേണ്ട തുകയാണ്. ഒരു ദിവസം 500 രൂപ മാറ്റി വെച്ചാൽ 400, 300, 200, 100, 50 എന്നീ രീതിയിലുള്ള ഡെയിലി സേവിങ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റിയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ഈ 25 ഇയർ നമ്മൾ ടേം എടുക്കുമ്പോൾ 16 വർഷം തുടർച്ചയായിട്ട് നമ്മൾ പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് 25th ഇയറിലാണ് നമുക്ക് ഇതിന്റെ മെച്യൂരിറ്റി കിട്ടുന്നത്. അപ്പൊ 500 രൂപ വെച്ച് നമ്മൾ ഡെയിലി സേവ് ചെയ്യുമ്പോൾ നമുക്ക് 25ാമത്തെ വർഷം നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എന്നുള്ളത് 1,01,58,000 രൂപയാണ്. 400 രൂപ വെച്ച് നമ്മൾ 16 വർഷം ഡെയിലി സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എന്നുള്ളത് 81,37,000 രൂപയാണ്. 300 രൂപ വെച്ച് നമ്മൾ ഡെയിലി സേവ് ചെയ്ത് കഴിഞ്ഞാൽ 16 വർഷം സേവ് ചെയ്താൽ നമുക്ക് 25th ഇയറിൽ കിട്ടുന്ന ടാക്സ് ഫ്രീ മെച്യൂരിറ്റി എന്നുള്ളത് 60,90,000 രൂപയാണ്. 200 രൂപ വെച്ച് നമ്മൾ ഡെയിലി സേവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി 25th ഇയറിൽ കിട്ടുന്നത് 40,68,000 ആണ്. ഇത് ടാക്സ് ഫ്രീ ആണ്. 100 രൂപ വെച്ച് ഡെയിലി നമ്മൾ സേവ് ചെയ്യുമ്പോൾ 16 വർഷം നമ്മൾ സേവ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എന്നുള്ളത് 20,21,000 രൂപയാണ്. 50 രൂപ വെച്ചാണെങ്കിൽ നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി 25th ഇയറിൽ 9,97,000 രൂപയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്. കിട്ടുന്ന മെച്യൂരിറ്റി ടാക്സ് ഫ്രീ ആയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുക എന്നുള്ള അട്രാക്ഷൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മുടെ പ്ലാനിങ് തിരഞ്ഞെടുക്കാം. എത്ര രൂപ നമുക്ക് ഡെയിലി മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മാത്രമേ അറിയുള്ളൂ. നമ്മുടെ വരുമാനത്തിനനുസരിച്ചാണ് നമുക്കത് മാറ്റി വെക്കാനായിട്ട് പറ്റുക. ഇനി ഇതിന്റെ അടുത്തൊരു സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്തൊരു ടേം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 21 വർഷത്തെ ടേം ആണ്. കാരണം 25 വേണ്ട, നമുക്ക് കുറച്ചുകൂടി കുറവ് മതി എന്നുണ്ടെങ്കിൽ 21 നമുക്ക് സെലക്ട് ചെയ്താൽ മതി. അതിൽ 15 വർഷമാണ് തുടർച്ചയായിട്ട് നമ്മളിവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ ടോപ്പിൽ നോക്കിയാൽ നമുക്കറിയാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 40%, നമുക്ക് കിട്ടുന്ന LIC അഡീഷൻസ് എന്നുള്ളത് 60%ആണ്. അപ്പോൾ 40-60 റേഷ്യോയിലാണ് ഇവിടെ നമുക്ക് റിട്ടേൺസ് കിട്ടുക.
ഇതിനകത്തും ലെഫ്റ്റ് കോളത്തിനകത്ത് നമ്മൾ ഡെയിലി സേവിങ്സ് 500, 400, 300, 200, 150 എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നു. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് ഫ്രീ മെച്യൂരിറ്റി 25th ഇയറിൽ കിട്ടുന്ന എമൗണ്ട് ആണ് അവിടെ കാണിച്ചിരിക്കുക. അപ്പോൾ 500 രൂപ വെച്ച് സേവ് ചെയ്താൽ കിട്ടുന്നത് 66,38,000 രൂപയാണ്. 400 രൂപ വെച്ച് സേവ് ചെയ്യുമ്പോൾ 53,02,000 രൂപയാണ്. 300 രൂപ വെച്ച് സേവ് ചെയ്യുമ്പോൾ 39,87,000 രൂപയാണ്. 200 വെച്ചാകുമ്പോൾ 26,51,000 രൂപയാണ്. 100 വെച്ച് നമ്മൾ സേവ് ചെയ്യുമ്പോൾ 13,15,000 രൂപയാണ്. 50 വെച്ച് സേവ് ചെയ്യുമ്പോൾ 6,47,000 രൂപയാണ്. അപ്പോൾ ഈ കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. അതുകൊണ്ട് നമുക്ക് തന്നെ ധൈര്യമായിട്ട് ഇങ്ങനെയുള്ള പ്ലാനുകൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പലരും ഞാൻ ഇങ്ങനത്തെ ലോങ് ടേം വീഡിയോസ് ചെയ്യുമ്പോൾ കമന്റ് ചെയ്യാറുണ്ട്, ഇതിന് നല്ലത് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ളത്. അപ്പോൾ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാം. പക്ഷേ എല്ലാ ആളുകളും മ്യൂച്വൽ ഫണ്ട് സജസ്റ്റ് ചെയ്യാറില്ല. പലരും റിസ്ക് എടുക്കാനായിട്ട് തയ്യാറായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ഗ്യാരണ്ടീഡ് പ്രൊഡക്റ്റ് ആണ് ഇത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എടുക്കുന്നവർ ദയവ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് പോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഞാൻ അതല്ലാതെ താല്പര്യമുള്ളവർ മാത്രം ഇങ്ങനത്തെ പ്ലാനുകൾ എടുത്താൽ മതി. നമ്മൾ ആരെയും കമ്പൽ ചെയ്യുന്നില്ല ഇങ്ങനത്തെ ഒരു പ്ലാൻ എടുക്കാനായിട്ട്. നമ്മൾ ഇതിന്റെ ഫാക്ട് ഒന്ന് ഇവിടെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇനി അവസാനത്തെ ഒരു സ്ലൈഡിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാമത്തെ ടേം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 16 വർഷമാണ്. അപ്പോൾ നമ്മളിവിടെ പേയ്മെന്റ് അടയ്ക്കേണ്ടത് 10 വർഷമാണ്. അപ്പോൾ ഷോർട്ട് ഡ്യൂറേഷനിൽ വേണ്ടി നോക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള പ്ലാനുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതിന്റെ ടോപ്പിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം 50% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 50% LICയുടെ ഭാഗത്തു നിന്നുള്ള അഡീഷൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ 50-50 റേഷ്യോയിലാണ് ഈ 16 വർഷത്തെ ടേമിൽ നമുക്ക് റിട്ടേൺസ് കിട്ടുക. അപ്പോൾ ഡെയിലി സേവിങ്സ് 500 ആണെങ്കിൽ നമുക്ക് 16ാമത്തെ വർഷം കിട്ടുന്ന മെച്യൂരിറ്റി എന്നുള്ളത് 34,96,000 രൂപയാണ്. 400 രൂപ വെച്ചുള്ള സേവിങ്സിന് നമുക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് 27,97,000 ആണ്. 300 രൂപ വെച്ചുള്ള ഡെയിലി സേവിങ്സിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്നുള്ളത് 20,81,000. 200 രൂപ വെച്ചുള്ള സേവിങ്സിന് നമുക്ക് കിട്ടുന്നത് 13,98,000 ആണ്. 100 രൂപ വെച്ച് നമ്മൾ സേവ് ചെയ്യുമ്പോൾ 6,82,000 ആണ്. 50 രൂപ വെച്ചാണെങ്കിൽ 3,33,000 ആണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിന്റെ റിട്ടേൺസ് വരുന്നത്. അപ്പോൾ 3 ടേം ഉണ്ട്. ലോങ് ടേം വേണ്ടവർക്ക് ലോങ് ടേം എടുക്കാം, ഷോർട്ട് ടേം വേണ്ടവർക്ക് ഷോർട്ട് ടേം എടുക്കാം. അപ്പോൾ ഓരോന്നിനും റേഷ്യോ വ്യത്യാസമുണ്ട്. 25ലാണെങ്കിൽ 70-30 റേഷ്യോ ആണ് വരുന്നത്. 21ലാണെങ്കിൽ 60-40 ആണ്. 16 ഇയറിൽ വരുമ്പോൾ 50-50 റേഷ്യോയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ തീരുമാനിക്കാം എത്ര നമുക്ക് റിട്ടേൺസ് വേണം, എത്ര നാൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, എത്രത്തോളം മെച്യൂരിറ്റി നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ 8 വയസ്സ് മുതൽ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ കുട്ടികളുടെ പേരിൽ നമുക്ക് ഈ ഒരു പ്ലാൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ടാക്സ് ഡിഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ എടുത്ത് കൊടുക്കാം. ടാക്സ് ഫ്രീ ആയിട്ടുള്ള മെച്യൂരിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ പലതരത്തിലുള്ള നമ്മുടെ ഫിനാൻഷ്യൽ നീഡ് അച്ചീവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്ന് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. വീഡിയോ കണ്ടതിന് ശേഷം എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് അത് രേഖപ്പെടുത്തുക. ഇത് കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു പ്ലാൻ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന്റെ സഹായങ്ങളും നിർദ്ദേശങ്ങളും ഞാൻ തരുന്നതാണ്. പിന്നെ എന്തെങ്കിലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള നല്ല ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.